Good afternoon, everyone. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Afternoon. Okay, so let's start the class. Yes, ma'am. Okay. So, starting you prayer on Thursday. Prayer ആരാ ചൊല്ലുക? Study to Ma'am, മലയാളം മതിയാവും. Okay, yeah. Next step, thought of today. Thought of today ആരാ പറയാ? I will do. Okay. Good afternoon, Miss. Tell my mistake to me, not others, because my mistakes are to be corrected by me, not by others. Once again, tell my mistake to me, not others, because my mistakes are to be corrected by me, not by others. Thank you. Okay. So, English class എപ്പോഴും prayer maximum ഇംഗ്ലീഷിൽ prayer ചൊല്ലാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, മലയാളം ചൊല്ലണ്ടെന്നല്ല, പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് പ്രയർ ആണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്കത് ചൊല്ലുമ്പോഴാണെങ്കിലും ആ ലാംഗ്വേജിനോട് കുറച്ചുകൂടെ ഫെമിലിയാരിറ്റി തോന്നും. ഓക്കെ, സോ ഓക്കെ, സോ മൂവിങ് ഓൺ ദ ക്ലാസ്. എന്താണ് we discussed on previous class on position. Okay. മാം, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. വേറെ സൗണ്ട് ഉണ്ടോ? മിസ് ടെക്നിക്കൽ ടീമിന്റെ സൗണ്ട് ഓൺ ആണ്, മൈക്ക് ഓൺ ആണ്. Okay, yeah. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൺ പ്രപ്പോസിഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? അതെ ആണല്ലോ. ആക്റ്റീവ് Good afternoon, teacher. Good afternoon, teacher. Good afternoon, teacher. Yes, I am not feeling well, so I will remain quiet. Okay. Okay, yeah. Okay, so നമ്മള് പ്രപ്പോസിഷൻ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഓൺ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളോ? അറ്റും ഓണും കംപ്ലീറ്റ് ആയി, ഇനി ഇന്നാണ്. ഓക്കെ, എനിക്ക് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ മാക്സിമം അധികം സൗണ്ട് എടുത്ത് പറയില്ല. അങ്ങനെ അധികം സൗണ്ട് എടുത്താല് ചുമ വന്ന പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് മാക്സിമം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഓക്കെ.
അപ്പൊ ഇൻ എന്ന ഹെഡിങ് കൊടുക്കുക, പ്രപ്പോസിഷൻ ഇൻ. ഇന്നില് നമ്മള് എന്തൊക്കെയാ യൂസ് ചെയ്യാ? കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, വില്ലേജ്, സിറ്റീസ്, സീസൺ, സീസൺസ് പറയാനും പിന്നെ കൺട്രീസ്, വില്ലേജ്, സിറ്റീസിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറ്. മിസ്, ടെക്നിക്കൽ ടീമിന്റെ മൈക്ക് ഓൺ ആണ്, ഭയങ്കര എക്കോ അടിക്കുന്നു. ഓക്കെ, ഇനി സൗണ്ട് വരില്ല കേട്ടോ. അപ്പൊ നമ്മള് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, സീസൺ. സീസൺ എന്ന് പറയുമ്പോൾ വിന്റർ, ഓട്ടം, സമ്മർ, ഈ സീസൺസിന്റെ മുന്നിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറ്. ദെൻ മന്ത്, മന്ത്സ്, ഇയർ, വീക്സ്, ഇതെല്ലാം പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. മന്ത്സ്, ഇയർ, വീക്സ്, then morning, afternoon, evening. ഇവിടെയും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാറ്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. then small vehicle, small vehiclesന്റെ കൂടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം. small vehicles. ഓക്കെ, ദെൻ ഇന്നിന് ഉള്ളിൽ എന്നൊരു മീനിങ് കൂടെ ഉണ്ട്, അതും കൂടി എഴുതി വെച്ചോളൂ. ഇന്നിന് ഉള്ളിൽ എന്നൊരു മീനിങ് ഉണ്ട്. ഉള്ളിൽ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും എഴുതി വെച്ചോളൂ കേട്ടോ. ഉള്ളിൽ എന്നൊരു മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോ വില്ലേജ്, കൺട്രീസ്, സിറ്റീസ്, സീസൺ, മന്ത്സ്, വീക്സ്, ഇയർ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, then a small vehicle. ഇത്രയും സ്പേസിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ സ്ഥലം അറ്റ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ കറക്റ്റ് പ്ലേസ് ആയിരിക്കണം, എന്നാൽ മാത്രം നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇൻ അങ്ങനെയല്ല, മനസ്സിലായോ? ഇപ്പോ ഇൻ എറണാകുളം അറ്റ് ഇന്നൊരു സ്ഥലം, അല്ലെങ്കിൽ ഐ മീൻ ദുബായ് അറ്റ് ഫുജീറ എന്ന് പറയാം. ദുബായില് ഫുജീറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. മനസ്സിലായോ? അപ്പൊ കൺട്രീസ്, വില്ലേജ് എന്തിന്റെ കൂടെയും നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യേണ്ട നമ്മൾ എക്സാക്ട് ആ സ്ഥലത്തായിരിക്കില്ല, നമ്മൾ അവിടെയാണ്, പക്ഷെ കറക്റ്റ് അത് പ്ലേസിലായിരിക്കില്ല. കറക്റ്റ് ഒരു പ്ലേസിലാണെങ്കിൽ നമ്മൾ അവിടെ ആറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ? ക്ലിയർ. പിന്നെ സീസൺ, സീസൺ പറഞ്ഞു എന്താണ്? ഇപ്പോ എന്താ പറയാ, in winter. ഇപ്പോ we wear woolen dress in winter season. in winter എന്ന് പറയാം. നമ്മൾ woolen dress ഇടുന്നത് വിന്ററിലാണ്. അപ്പോ ആ സീസണിന്റെ മുന്നിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്തത്. then നമ്മൾ മന്ത് പറയുമ്പോഴും നമുക്ക് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. I was born in March. അല്ലെ, I was born in March 2015 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പൊ ഇയറിന് മുന്നിൽ നമ്മുടെ ഇയർ, വീക്ക് ആൻഡ് ഇയർ, ഇവിടെയൊക്കെ മുന്നിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യാറ്. പിന്നെ സ്മോൾ വെഹിക്കിൾ പറഞ്ഞു, ഐ ആം ഇൻ ദ കാർ. ഐ ആം ഇൻ ദ കാർ എന്ന് പറയാം. കാർ ഒരു സ്മോൾ വെഹിക്കിൾ ആണ്, സോ നമുക്ക് അവിടെ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, then പിന്നെ ഉള്ളിൽ എന്ന് പറഞ്ഞു അല്ലെ, my pen is the pen is in my pocket.
പേന എന്റെ പോക്കറ്റിനുള്ളിലാണ് അല്ലെ, പോക്കറ്റിലാണ്. അപ്പൊ ഉള്ളിലാണ് എന്നൊരു മീനിങ്ങിൽ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. ദെൻ the apples are in the fridge. ആപ്പിള് ഫ്രിഡ്ജിലുണ്ട് അല്ലെ. apples are in the fridge. ആപ്പിള് ഫ്രിഡ്ജിനുള്ളിലാണ്. അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ്ങും നമ്മുടെ ഇന്നുണ്ട്. അതുപോലെ ഞാനിപ്പോ പറയാണ് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ എഴുതുക. അപ്പൊ നോട്ട്ബുക്കിൽ എന്ന് പറയുമ്പോൾ ഇന്ന് യൂസ് ചെയ്യുക. പേപ്പറിൽ എഴുതാൻ പറയുമ്പോൾ ഓൺ ദി പേപ്പർ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ചുള്ള അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Clear ആണ്. Okay, so let's make the examples using the preposition in. Okay, നമുക്ക് പെട്ടെന്ന് കുറച്ച് ഈ എക്സ്പ്രഷൻ ഈ പ്രൊപ്പോസിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ടെൻസിലേക്ക് കടക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലാഗ് ആവാൻ ചാൻസ്. പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും പ്രൊപ്പോസിഷനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻസ് പറയുന്ന കൂട്ടത്തില് പ്രൊപ്പോസിഷനും കൂടെ കവർ ചെയ്ത് പോകാം. ഓക്കെ, സോ എന്താ ചെയ്യണ്ടേ? ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കണോ? എന്താണ് നേരത്തെ പ്രൊപ്പോസിഷനിലേക്ക് പോകണോ? പിന്നെ ക്ലിയർ ആണെങ്കിൽ പിന്നെ അടുത്തേക്ക് പോകണോ? അല്ലെങ്കിൽ എക്സാമ്പിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? എന്താണ് പറയാനുള്ളത്? എക്സാമ്പിൾ വേണം അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ടുവരാം. അങ്ങനെ ഡിസ്കസ് ചെയ്താൽ സമയം പോകുന്നു. ഓക്കെ, അപ്പോ ഇൻ ഓൺ അറ്റ് ഈ 3 പ്രൊപ്പോസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത പ്രൊപ്പോസിഷൻ ഏതാ? സിൻസ്. നോട്ട് നന്നായിട്ട് എഴുതിയാൽ മതി. നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഡൗട്ട് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, സിൻസ് എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ ഏതാ? മലയാളം മീനിങ് വരുന്നത് മുതൽ എന്നാണ്. മുതൽ അതായത് 7 മണി മുതൽ, 8-ാം തീയതി മുതൽ, മൺഡേ മുതൽ, 2025 മുതൽ. ഓക്കെ, പിന്നെ 5 വയസ്സ് മുതൽ. അപ്പൊ മുതൽ എന്നാണ് ഇതിന്റെ മീനിങ് വരാം. നമുക്ക് ഏതിന്റെ കൂടെ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ടൈം ആണെങ്കിലും ടൈം, ഡേറ്റ്, ഡേ, ഇയർ, മന്ത്, ഏജ്, എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ സിൻസ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ? ടൈം, ഡേറ്റ്, ഡേ, മന്ത്, ഇയർ, ഏജ്, എനിത്തിങ്, എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ സിൻസ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. നമ്മൾ മലയാളത്തിലാണെങ്കിലും പറയാറുണ്ട്. മൺഡേ മുതൽ, തിങ്കളാഴ്ച മുതൽ, ഡിസംബർ മുതൽ, 2024 മുതൽ, 7 മണി മുതൽ, 5 വയസ്സ് മുതൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതേപോലെ സെയിം മീനിങ് തന്നെയാണ് ഈ സിൻസ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ. നമ്മൾ മലയാളത്തിൽ മുതൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് സിൻസ് എന്നാണ്. ഓക്കെ, അപ്പോ എക്സാമ്പിൾ എഴുതാ. I have been teaching since 2015. I have been teaching. എക്സാമ്പിൾസ് ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ നോക്കി എഴുതണേ. സ്ട്രെയിൻ ഇല്ല.
ഓക്കെ, ഇപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്, നോക്കി എഴുതാം. അപ്പോ മലയാളം മീനിങ് വരുന്നത് ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് 2015 എന്ന് പറയുമ്പോൾ 2015 മുതൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മണി മുതൽ ഷീ ഹാസ് ബീൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ, ജസ്റ്റ് എന്താ പറയാ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന്റെയാണ്. 6 മണി മുതൽ ഞാൻ പഠിക്കുകയാണ്. ദെൻ എന്റെ അമ്മ രാവിലെ മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ 2019 മുതൽ ഞാൻ ഈ സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ്ങിലാണ്. ഇത്രയും സെന്റൻസിന് മീനിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടേക്കാണ് നമുക്ക് സീൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആണോ? അടുത്തൊരു പ്രപ്പോസിഷൻ ഏതാ? ഡ്യൂറിങ്. ഡ്യൂറിങ് ഡ്യൂറിങ് എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡ് ആണ് അല്ലെ? ഒരു പീരീഡ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ്സിന് ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലെ? 1:30 to 2:30. അതേപോലെ എക്സാമിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇതേപോലെ 1 hour അല്ലെങ്കിൽ 3 hour ഒക്കെയാണ് എക്സാം ടൈം വരാം. ഒരു ഫിലിം, ഒരു മൂവി കാണണമെങ്കിൽ നമുക്ക് അതിന്റെ ടൈം ഉണ്ട്. 2 hour ആണ് അതിന്റെ ടൈം പീരീഡ് ഉണ്ട്. പിന്നെ വെക്കേഷൻ ആണെങ്കിലും 10 days അതൊരു പീരീഡ് ആണ് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഒരു പീരീഡ് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഴുതാം. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്. ആ ടൈമിന്റെ എക്സാം ടൈമിൽ നീ സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പറ്റില്ല, അങ്ങനൊരു മീനിങ്ങിലാണ്. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്. ഓക്കെ, ദെൻ ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾ ആ ഒരു ടൈം പീരീഡില്. അപ്പൊ ഹോളിഡേയ്സില് ഞങ്ങൾ ലണ്ടൻ വിസിറ്റ് ചെയ്തു, ആ ഒരു പീരീഡിലാണ്. ഡ്യൂറിങ് അവർ ഹോളിഡേയ്സ്. Then during the film she kept up to me. ടൈമില് എന്നോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മീനിങ്ങിലാണ്. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് ഓഫ് പീരീഡ് ആണ്. സെറ്റ് ഓഫ് പീരീഡിനെയാണ് നമ്മൾ ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡ്യൂറിങ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? എന്റെ ചടങ്ങി ചോദിക്കണം കേട്ടോ. സ്പീഡ് കൂടുതലുണ്ടെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, അടുത്തൊരു പ്രപ്പോസിഷൻ എഴുതി കഴിഞ്ഞെങ്കിൽ എഴുതാം. എഴുതി കഴിഞ്ഞു എല്ലാവരും? ഓക്കെ, അപ്പൊ അടുത്ത പ്രപ്പോസിഷൻ ഏതാ? ഫോർ. ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്, അങ്ങനെയാണ് മെൻഷൻ ചെയ്യുക. ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇനിയിപ്പോ കറക്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ 3 വർഷമായിട്ട്, 3 മണിക്കൂറായിട്ട്, ആയിട്ട് എന്നൊരു മീനിങ് വരും. ആയിട്ട്, ഫോറിന് ആയിട്ട്. പിന്നെ വേണ്ടി എന്നൊരു മീനിങ് കൂടി വരും. വേണ്ടി, വേദനയ്ക്ക് വേണ്ടിയാണ് ഞാനിത് വാങ്ങിയത് എന്നൊക്കെ പറയുന്നത്. ആ വേണ്ടി എന്നൊരു മീനിങ് കൂടെ ഫോറിന്റെ മീനിങ് വരുന്നുണ്ട് കേട്ടോ. എക്സാമ്പിൾ എഴുതിക്കോളൂ.
നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് 3 o'clock എന്ന് പറയുമ്പോൾ 3 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours എന്ന് പറയുമ്പോൾ 3 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ്ങിലാണ്. മാം അതിന്റെ മീനിങ് ഒന്നുകൂടെ പറയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്തോ ആ രണ്ടും തമ്മിലുള്ള സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടെ പറയോ? ഇപ്പൊ മാം പറഞ്ഞ സെന്റൻസ് വെച്ചിട്ട്. ഇപ്പോ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് 3 o'clock എന്നാണെങ്കിൽ 3 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours ആണെങ്കിൽ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സിൻസ് 3 hours പറയില്ല അല്ലേ? ഇല്ല, 3 മണിക്കൂർ പർട്ടിക്കുലർ ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് സിൻസ് യൂസ് ചെയ്യുക. അതിപ്പോ നമ്മൾ മലയാളത്തിൽ അങ്ങനെ തന്നെയല്ലേ 3 മണിക്കൂർ മുതൽ എന്ന് നമ്മൾ പറയും. ഇല്ല, അങ്ങനെയുള്ള വ്യത്യാസം. Yeah, I have been studying for 3 hours. He has lived in London for 4 months or 3 months. This gift I bought for you. Gift I'm waiting for you. കാത്തിരിക്കുകയാണ്. അപ്പൊ വേണ്ടി എന്നൊരു മീനിങ്ങും ആയിട്ട് എന്നൊരു മീനിങ്ങും കൂടെയാണ് ഇവിടെ വരാം. മാം ആ തേർഡ് സെന്റൻസ് ഐ ബോട്ട് ദിസ് ഗിഫ്റ്റ് ഫോർ യു എന്നായാലും കറക്റ്റ് അല്ലേ? ഐ ബോട്ട് ദിസ് ഗിഫ്റ്റ് ഫോർ യു എന്നാകുമ്പോഴല്ലേ ശരിക്കും കറക്റ്റ് ആണ് തേർഡ് സെന്റൻസ്. I bought this gift for you. I bought this gift for you എന്നല്ലേ വരിക? എന്നാലും കുഴപ്പമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. I bought this gift for you എന്നും പറയാം, this gift I bought for you എന്നും പറയാം. ഓക്കെ, രണ്ട് മിസ്റ്റേക്ക് ഇല്ല. അടുത്തത് ബൈ എന്ന് പറയുന്ന പ്രൊപോസിഷനാണ്. ബൈ ബൈയില് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാവൽ. പറയാട്ടോ, ട്രാവൽ പറയാം, യൂസ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇതൊക്കെ എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. Communication, method of payment, time, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയാൻ നമ്മൾ ബൈ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മള് ട്രാവൽ എന്ന് പറഞ്ഞു. ട്രാവൽ ഇപ്പോ നമ്മള് ഇപ്പോ വന്നെന്ന് പറഞ്ഞു. ഇപ്പോ they came here by taxi. They came by taxi എന്ന് പറഞ്ഞാൽ ടാക്സിയിലാണ് വന്നത്, മനസ്സിലായോ? They came by taxi അല്ലെങ്കിൽ they went by bus. അവര് ബസ്സിലാണ് പോയത്, മനസ്സിലായോ? അപ്പൊ ട്രാവൽ പറയുമ്പോ എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്? അപ്പൊ ആ രീതിയിൽ നമുക്ക് വെഹിക്കിളിന്റെ കൂടെ നമുക്ക് ബൈ യൂസ് ചെയ്യാം കേട്ടോ. ഏത് വെഹിക്കിൾ ആണെങ്കിലും സ്മോളോ ലാർജോ എന്നുള്ള ഇരുവശങ്ങളിലും നമുക്ക് ഫ്രണ്ടിലും ബൈ എന്ന് പറയുന്ന പ്രൊപോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ക്ലിയർ ആണോ? ടൈം വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാം, അത് ഞാൻ കറക്റ്റ് ഓർഡറിൽ പറയാം കേട്ടോ. അപ്പൊ ട്രാവൽ ക്ലിയർ ആണോ? ഐ വിൽ ഗോ ബൈ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ കാറിൽ പോകും, ഒരു മീനിങ്ങിലാണ്. അപ്പൊ എന്ത് വെഹിക്കിളിന്റെ കൂടെ നമുക്ക് ബൈ യൂസ് ചെയ്യാം. ട്രാവൽ ആണെങ്കിൽ നമുക്ക് എന്ത് വെഹിക്കിളിന്റെ കൂടെ നമുക്ക് ബൈ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ പറയുമ്പോ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഫോൺ ത്രൂ പറയാം അല്ലെ, ഫോൺ, മെയിൽ, പോസ്റ്റ്, ഇതൊക്കെ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബൈ ഫോൺ, ബൈ ഇമെയിൽ, ബൈ പോസ്റ്റ് അല്ലെ. അവള് എന്നോട് സംസാരിച്ച ഫോണിലൂടെയാണ് അവൾ എന്നോട് സംസാരിച്ചത്. എങ്ങനെയാ പറയാം? ഞാൻ അവളോട് സംസാരിച്ചത് ഫോണിലൂടെയാണ്. I spoke to her by phone. I spoke to her by phone. Okay, ഞാൻ ഫോണിലാണ് സംസാരിച്ചത്. അപ്പോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏത് വഴി ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു അത് ത്രൂവിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ത്രൂവിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതൊക്കെ പറയുമ്പോൾ ബൈ ആണ് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മെത്തേഡ് ഓഫ് പേയ്മെന്റ് ഇതുപോലെ തന്നെയാണ്. നമ്മള് എന്തൊരു കാര്യവും പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെന്റ് ഒന്നെങ്കിൽ ബൈ ക്യാഷ്, ഇപ്പോഴും നമ്മൾ പറഞ്ഞു ബൈ ക്യാഷ് ആവാം, ബൈ കാർഡ് ആകാം അല്ലെ, ബൈ ചെക്ക് ആവാം, ബൈ ജിപേ ആകാം. ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും, ഏത് പേയ്മെന്റ് ചെയ്യുന്ന എന്ത് മെത്തേഡ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ബൈ ആണ്. ആ വഴി അതിലൂടെ ആ ത്രൂ ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ക്യാഷ് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെക്ക് ത്രൂ ആകാം, അല്ലെങ്കിൽ ഫോൺ ത്രൂ ആകാം അല്ലെ. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ അവിടെ നമുക്ക് എന്താണ് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ബൈ ചെക്ക്, ബൈ ക്യാഷ്, ബൈ കാർഡ്, ബൈ ജിപേ അല്ലെ, പല വഴികളുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് പറയാം. അപ്പൊ വി പെയ്ഡ് ബൈ ക്യാഷ്, വി പെയ്ഡ് ബൈ ചെക്ക്, ക്യാഷ് ഓർ വി പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പോ ടൈം വെച്ചിട്ട് പറയുന്നത് ഇപ്പോ നമുക്കൊരു അവസാന ടൈം, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്തൊരു കാര്യം അപ്ലൈ ചെയ്യുന്നത് പറയും നാളെ വരുള്ളൂ അതിന്റെ ടൈം, അവസാന ടൈം നാളെയാണെന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയാ? ബൈ ടുമാറോ, എങ്ങനെയാ യൂസ് ചെയ്യുക? ബൈ ടുമാറോ ആകാം. ഇനി ടൈം ആണെങ്കിൽ ബൈ ടൈം ഏതെങ്കിലും ബൈ 11 AM പറയാം, ബൈ 12 o'clock എന്ന് പറയാം, ബൈ 11 AM എന്ന് പറയാം, ബൈ ടുമാറോ എന്ന് പറയാം. ലാസ്റ്റ് ഡേറ്റിനെ മെൻഷൻ ചെയ്യുന്നതാണ് ടൈം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലീസ് സെൻഡ് us the payment by tomorrow. നാളെയോടുകൂടി ഞങ്ങൾക്ക് എന്താണ് പേയ്മെന്റ് അയക്കണം, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ബൈ ടുമാറോ എന്ന് പറയുമ്പോൾ നാളെയോടുകൂടി, ബൈ 11 AM എന്ന് പറയുമ്പോൾ 11 മണിയോടുകൂടി, അങ്ങനെ ഒരു മീനിങ്ങിലാണ് മലയാളം. നാളത്തോടുകൂടി, ടൈം ആണെങ്കിൽ 11 മണിയോടുകൂടി. അപ്പൊ ലാസ്റ്റ് ഡേറ്റിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. ആ രീതിയിലാണ് ടൈം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ബൈ ഹേർഡ് എന്നൊക്കെ പറയില്ലേ, ബൈ ഹേർഡ്, ബൈ ഹേർഡ്, ബൈ ഹിം എന്നൊക്കെ പറയും. ബൈ ഹിം ഇവിടെയൊക്കെ മീനിങ് വരുന്നത് അവളാൽ, അവനാൽ എന്നൊക്കെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പിക്ചർ വാസ് പെയിന്റഡ് ബൈ മീര. മീരയാലാണ് ഈ പിക്ചർ പെയിന്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരു മീനിങ് വരും. അത് റിപ്പോർട്ട് സ്പീച്ചിലാണ് നമ്മൾ ഇങ്ങനെ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. റിപ്പോർട്ട് സ്പീച്ചിലാണ് ഇങ്ങനെ ബൈ വെച്ചിട്ടൊക്കെ പറയാം. The picture was painted by him എന്ന് പറയാം, her എന്ന് പറയാം. ഇനി പേരാണെങ്കിൽ പേര് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ രീതിക്കൊക്കെയാണ് നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ബൈ പ്രപ്പോസിഷൻ ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് between. ഇനിയിപ്പോ ടൈം വെച്ചിട്ടാണെങ്കിൽ ടൈം വെച്ചും കൂടെ വേണൊരു എക്സാമ്പിൾ. അപ്പൊ ഗസ്റ്റ് വിൽ വെക്കേറ്റ് the room by 11 AM എന്ന് പറയാം. Guest will vacate their room by 11 AM. 11 മണിയോട് കൂടി ഗസ്റ്റ് അവരുടെ റൂം വെക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പ്രപ്പോസിഷൻ ഏതാ? between. ഏതാ? ബിറ്റ്വീന് മീനിങ് വരുന്നത് ഇടയിൽ എന്നാണ്. അത് എന്തിന്റെ? അപ്പോ രണ്ട് വസ്തുക്കൾക്കിടയിൽ, രണ്ട് വ്യക്തികൾക്കിടയിൽ, ഇടയിൽ എന്നൊരു മീനിങ്ങിലാണ് ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. എക്സാമ്പിൾ എഴുതുമ്പോൾ ക്ലിയർ ആവും നമുക്ക്. I am standing between two walls. I am standing between two walls. I'm standing between two walls. Then between us is little active. He's more active in the room. He's more active. Okay, I'm standing between two walls. Between us, he is more active. Between the devil and the sea, just keeps a secret between us. Okay. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഏജ് വെച്ചിട്ടും പറയാൻ പറ്റും. ഇപ്പോ ഒരു ചൈൽഡ്, ഒരു കുട്ടി വളരുന്നത് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയാണ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഞാൻ എക്സാമ്പിൾ എടുത്തോളൂ. A child develops
rapidly between the age of 30 and 60. Okay, 60. The child develops rapidly between the age of 13 and 60. Okay. അപ്പോ നമുക്ക് ഈ രീതിയിലും എന്താണ് എക്സാമ്പിൾസ് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രപ്പോസിഷൻ. നിങ്ങളുടെ ടെക്സ്റ്റില് എക്സ്പ്ലെയിൻ ചെയ്ത പ്രപ്പോസിഷൻ ഇത്രയേ ഉള്ളൂ. Attorney during, by, for, since, between. ഈ ഇത്രയും എക്സ്പ്രഷൻ പ്രപ്പോസിഷൻ മാത്രമാണ് ടെക്സ്റ്റിൽ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഏതെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാനത് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്, ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എക്സാമിനുണ്ടാവോ മറ്റേതൊക്കെ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ, ഇപ്പോ അങ്ങനെ എടുത്തതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം, അല്ലാതെ വരില്ല കേട്ടോ. അതിൽ പേടിക്കണ്ട, എടുത്തതിനെ ബേസ് ചെയ്ത് വരുള്ളൂ. അപ്പൊ വേണ്ടെന്നാണോ? നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓഫോ എന്തെങ്കിലും ഉണ്ടോ? ഓഫ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ. എന്താണ് ഡൗട്ട്? ഇല്ലേ? ഇല്ലാന്നാണോ ഉണ്ടെന്നാണോ? ഒന്നും മിണ്ടാത്തേ? ഇല്ലെന്നാണോ? പറയൂ, ചോദിക്കൂ നിങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. വേറെ പോർഷനിലേക്ക് പോവാനാണ്. ഉഷ ഡൗട്ട് ഉണ്ടോ? പൊസിഷൻ Preposition is very vast and which one will ask us a doubt? ഒത്തിരി ഉണ്ട് പ്രിപ്പോസിഷൻസ്. അപ്പൊ ഏതാ ചോദിക്കാനാ? എല്ലാം ഡൗട്ട് ഉണ്ട്, ഡൗട്ട് ഇല്ലാതുണ്ട്. അതും ശരിയാണ്, പറഞ്ഞാൽ തീരില്ല. പൊസിഷൻ പറയാൻ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ പ്രപ്പോസിഷൻ കഴിയില്ല. ഒത്തിരി ഉണ്ട്. അപ്പം ഏതിന്റെ ചോദിക്കാനാ? ഓക്കെ, while learning other chapters we will come through this prepositions everywhere there is. ഇനിയിപ്പോ നിങ്ങൾ ടെൻസ് ഒക്കെ എടുക്കുമ്പോ ഏതെങ്കിലും പ്രപ്പോസിഷൻ അപ്പോ ആ ടൈമിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ക്ലിയർ ചെയ്യാം. അതാ നല്ലത്. ഇനിയിപ്പോ ഡ്യൂറിങ് ഒന്നുകൂടെ പറയാൻ പറയുന്നു. ഡ്യൂറിങ് പറയാലോ. ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവോ? ഡ്യൂറിങ് ആർക്കെങ്കിലും മനസ്സിലായവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഡ്യൂറിങ് പറഞ്ഞാല് ആ സമയത്ത് അറ്റ് ദാറ്റ് ടൈം പീരീഡ് ആണ്. ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ പറയുന്ന പോലെ ഡ്യൂറിങ് ദി എക്സാം യു കാൻ സ്പീക്ക്, ഐ ടേക്ക് ദ നോട്ട്സ് ഡ്യൂറിങ് ദി ക്ലാസ്. നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ഡ്യൂറിങ് ദാറ്റ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഡ്യൂറിങ് എന്ന് പറയുമ്പോഴേ ഒരു കാലഘട്ടമാണെന്ന് പറയും. ഇപ്പോ ഇയേഴ്സ് ആണെങ്കിൽ അത് കാലഘട്ടം എന്ന് പറയാം. ടൈം പീരീഡ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പീരീഡ് എന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ ഓരോ ക്ലാസ്സിനും ഓരോ പീരീഡ്സ് എന്ന് പറയുന്നത്. പീരീഡ് ആണ്, ടൈം പീരീഡ് ആണ്. ടൈം പീരീഡുമായിട്ട് പറയാം, കാലഘട്ടമായിട്ട് പറയാം. ഇപ്പോ നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ? ഐ ഫെൽറ്റ് ക്രേവിങ്സ് ഡ്യൂറിങ് മൈ പ്രഗ്നൻസി എന്ന് പറയാം. പിന്നെ പ്രഗ്നൻസി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എനിക്ക് ക്രേവിങ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഇതൊരു കാലഘട്ടമാണെന്ന് പറയാം, സെറ്റ് ഓഫ് പീരീഡ് ആണെന്ന് പറയാം, ടൈം പീരീഡ് ആണെന്നും പറയാം. ഒരു പീരീഡിനെ സൂചിപ്പിക്കുമ്പോ
എനിക്ക് ഇപ്പോ പ്രഗ്നൻസിയുടെ സമയത്ത്, ഇപ്പൊ പ്രഗ്നൻസി എന്ന് പറയുന്ന സമയം എന്താണ്, ഒരു പീരീഡ് ആണ് അല്ലെ, ഒരു 9 months എന്ന് പറയുന്ന പീരീഡ്. ആ പീരീഡിൽ എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ കൂടെ ചേർക്കുന്ന ഒരു വാക്ക് ഡ്യൂറിങ് മൈ പ്രഗ്നൻസി എന്നാണ്. അപ്പൊ എന്താ അവിടെ മീൻ ചെയ്യുന്നത്, ആ ടൈമില്, പ്രഗ്നന്റ് ആയ ടൈമിൽ എനിക്ക് ഫീൽ ചെയ്ത എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോ എക്സാമിന്റെ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ സാറ് ചീത്ത പറഞ്ഞോ എന്ന് പറയുമ്പോ എക്സാമിന്റെ പീരീഡിൽ നടന്ന സംഭവമാണ് അല്ലെ. ഇപ്പൊ ഈ ക്ലാസ്സിലാണെങ്കിലോ എനിക്ക് ഞാനിപ്പോ നോട്ട്സ് എഴുതിയതാണ്, ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നോട്ട്സ് ചെയ്തതാണ് എന്ന് പറയുമ്പോ ഐ റൈറ്റ് നോട്ട്സ് ഡ്യൂറിങ് ദി ക്ലാസ്. ആ ഒരു പീരീഡ് നടക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നോട്ട് എഴുതുമെങ്കിൽ ആഫ്റ്റർ മൈ ക്ലാസ് എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാല്, മോക്ക് ടെസ്റ്റ് നൗണും ആഡ്വേർബും രണ്ടിന്റെയും മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. ഇനി പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അത് പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് നാളെ വേണോ അല്ലെങ്കിൽ അടുത്ത വീക്കിൽ മതിയോ, നെക്സ്റ്റ് വീക്കിൽ മതിയോ? എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോ ടെൻസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. 250 ആയിട്ടുണ്ട്. സോ ടെൻസ് നമുക്കിനി എടുക്കണ്ട. Montessori classes completed during the 1 year ശരിയാണോ? Completed during the 1 year. By 1 year. അങ്ങനെയല്ലേ, ബൈ 1 year അല്ലേ? ഒരു വർഷത്തോടു കൂടി മോണ്ടിസോറി ക്ലാസ്സസ് കംപ്ലീറ്റ് ആക്കും എന്നാണ്. ഡ്യൂറിങ് അല്ല കേട്ടോ. ഇനിയിപ്പോ നിങ്ങള് പ്രാക്ടീസിന് പോയി എന്നൊക്കെയാണെങ്കിലോ, ഇപ്പോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസിന് പോകണ്ടേ? ടീച്ചിങ് പ്രാക്ടീസിലേക്ക് പോകണ്ടേ? പോണം. അപ്പോ അങ്ങനെ വേണമെങ്കിൽ പറയാം, ഞാൻ പ്രാക്ടീസിന് പോയി ഡ്യൂറിങ് മൈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയാം. ആ മോണ്ടിസോറി കോഴ്സിന്റെ പീരീഡില്, കാലഘട്ടത്തില് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെ പറയാം. ഇപ്പൊ നിങ്ങൾ മലയാളം അത് പറഞ്ഞു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഞാൻ കറക്റ്റ് മലയാളം പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ ഡ്യൂറിങ് ദ 1 year എന്ന് ഉദ്ദേശിച്ചപ്പോ ഒരു വർഷത്തോടു കൂടി മോണ്ടിസോറി ക്ലാസ്സസ് കംപ്ലീറ്റ് ആകും എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ. മോണ്ടിസോറി ക്ലാസ്സസ് വിൽ കംപ്ലീറ്റ് ഡ്യൂറിങ് ദ 1 year എന്ന് പറയാം. 1 year കൂടി മോണ്ടിസോറി ക്ലാസ്സസ് കംപ്ലീറ്റ് ആകും. അങ്ങനെയാ പറയാം. ഓക്കെ. ഇനി മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയൂ. നാളത്തെ മോക്ക് ടെസ്റ്റ് നൗൺ ആഡ്വേർബ് നിങ്ങൾ അതിന് പറഞ്ഞതാണ്, രണ്ടാമത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അതിന്റെ കൂടെ പ്രപ്പോസിഷനും മോക്ക് ടെസ്റ്റും കൂടെ വേണോ? അതെ, ഒപ്പീനിയൻ എന്താന്ന് വെച്ചത് പറയാമോ? കാരണം നമ്മുടെ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ച് ഏതെങ്കിലും സമയത്തൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീക്കില് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് മതിയല്ലോ. അപ്പൊ നാളെ നൗൺ ആൻഡ് ആഡ്വേർബ് എന്ന് പറയുന്ന 2 ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അപ്പൊ ഈ എക്സാം ടെസ്റ്റ് ക്ലിയർ? Okay, miss, clear. ക്ലിയർ ആണ്. അപ്പോ പ്രപ്പോസിഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെൻസ് വരുന്നത് ഏത് ചാപ്റ്റർ ആണ്? നോക്കട്ടെ.
ഫോർത്ത് ചാപ്റ്റർ അല്ലേ മിസ്? ടെൻസസ് ഓഫ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ഫോർത്ത് ആണല്ലേ? അതെ. ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോവാം. അതിൽ ഇപ്പോ ടെൻസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോ വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ടെൻസ് കംപ്ലീറ്റ് ചെയ്യാം. ടെൻസ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞാൻ വെർബിന്റെ സമയത്ത് നിങ്ങളുടെ ഓക്സിലറി വേർബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഓക്സിലറി വെർബ് പറഞ്ഞ സമയത്ത് ഉണ്ട്. അപ്പോ ഓക്സിലറി വെർബും ഈ ടെൻസിന്റെ കൂടെ ഞാൻ എടുക്കും. ഓക്സിലറി വെർബ് എടുക്കും, മൊഡാൽ വെർബ് എടുക്കും. ഓക്കെ, അപ്പൊ അതിനോട് കൂടി ആ നമ്മള് ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന വെർബും കൂടെ കംപ്ലീറ്റ് ആകും. ക്ലിയർ ആണ്. അപ്പോ ടെൻസില് നമുക്ക് ടെൻസ് ഏതൊക്കെയാണുള്ളത്? 3 ഫോംസ് ഉണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ തന്നെ 4 ടെൻസ് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പിന്നെന്തോ ഉണ്ട്. നമുക്ക് 3 ടെൻസ് ഉണ്ട്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ 3ലും 4 ആക്ഷൻസ് വീതമുണ്ട്. പ്രസന്റിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്, ഇങ്ങനെ 4 ആക്ഷൻസ് ഉണ്ട്. ഓരോ ടെൻസിലും 4 ആക്ഷൻസ് വീതമുണ്ട്. അങ്ങനെ നമ്മൾ 12 ടെൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു പോർഷൻ ആണ് ഈ പറയുന്ന ടെൻസ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉള്ള ഏതാണെന്ന് പറയോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എല്ലാവർക്കും അതാണ് ഇത് തോന്നി. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് എല്ലാവർക്കും ഡൗട്ട്. നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോ ടെൻസ് നോട്ട്ബുക്ക് എടുത്താൽ നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. ആ 3 ടെൻസും 12 ആക്ഷൻസും എല്ലാം എഴുതാം. അതിൽ ഓരോന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഓരോന്ന് വെച്ച് അതിന്റെ സ്ട്രക്ചേഴ്സ് പഠിച്ച് അതിന്റെ കൂടെ തന്നെ നമ്മൾ സെന്റൻസ് കൂടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചത് നമ്മുടെ ബേസിക് ആണ്. ഇനിയാണ് മെയിൻ. സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അത് നമ്മൾ ടെൻസ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ അത് ചെയ്യുന്നതാണ്. എഴുതിക്കോളൂ. പ്രസന്റ് ടെൻസ് എന്ന് കൊടുക്കാം, എന്നിട്ട് 3 ഫോംസ് എഴുതാം. നാല് ഫോംസ് ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, present perfect continuous. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റില് അങ്ങനെ പ്രത്യേകിച്ച് ടെൻസിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല കേട്ടോ. ടെക്സ്റ്റില് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പാസ്റ്റ് ടെൻസ് അതിന് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആക്കുന്നേ ഉള്ളൂ. നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ പഠിക്കാം, പക്ഷെ ഫസ്റ്റ് ടെൻസ് അറിഞ്ഞിരിക്കണം. ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, നമ്മളെ സെന്റൻസ് എങ്ങനെയാ മേക്ക് ചെയ്യുക, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്നാലേ പിന്നെ റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സ്പീച്ച്, അതും ടെൻസ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ടെൻസ് അറിയാതെ ഒരിക്കലും ഈ ഫോമിലോട്ട് നിന്ന് നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ടെൻസ് അത്രയും നിങ്ങൾക്ക് തറ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോർഷൻസിലേക്ക് കിടക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 3 ഫോംസും എല്ലാം എഴുതിയോ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതില്
12 ആക്ഷൻസും എഴുതിയോ എല്ലാവരും? എഴുതി? യെസ്. ഹെഡിങ് കൊടുക്കുക. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഫസ്റ്റത്തെ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. വേണമെങ്കിൽ മെയിൻ ഹെഡിങ് ആയിട്ട് പ്രസന്റ് ടെൻസ് എന്ന് കൊടുത്തിട്ട് ഒരു സ്മോൾ ഹെഡിങ് സിമ്പിൾ പ്രസന്റ് എന്ന് കൊടുക്കുക. സിമ്പിൾ പ്രസന്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? അപ്പോ സ്ട്രക്ചർ എഴുതാം. നമുക്ക് എല്ലാ ടെൻസിലും സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇനി അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. ഇതാണ് സ്ട്രക്ചർ. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1 എഴുതാം. സബ്ജക്ട് പ്ലസ് V1. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾക്ക് ഒരുപാട് സബ്ജക്ട് ഉണ്ട്. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് വേണമെങ്കിൽ ആദ്യം എഴുതി വെക്കുക. എല്ലാരും നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാല് നമുക്ക് നോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചറില് സബ്ജക്റ്റും വെർബും ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണം. എന്നാൽ മാത്രമേ ആ സ്ട്രക്ചർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സബ്ജക്ട് പ്ലസ് V1 എന്ന് എഴുതാം. ഇനി സബ്ജക്റ്റിന്റെ ഹെഡിങ് കൊടുത്തിട്ട് ഏതൊക്കെ സബ്ജക്ട് ഉണ്ടെന്ന് എഴുതാം. സബ്ജക്ട് ഏതൊക്കെയാണുള്ളത് നമുക്ക്? He, she, it, everybody, I, you, we, they. ഇത്രയും സബ്ജക്ട് ഉണ്ട് നമുക്ക്. He, she, it, everybody, I, you, we, they. ഇത്രയും സബ്ജക്ട് ഉണ്ട്. ഇതിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സിംഗുലർ സബ്ജക്ട് അല്ലെ. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ് ഇതില്? He, she, it, everybody. ഇതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നത്. അടുത്തത് പ്ലൂറൽ സബ്ജക്ട്. അതെല്ലാം എഴുതി വെക്കണം കേട്ടോ. പ്ലൂറൽ സബ് ഞാൻ അറിയാം, മിസ് എനിക്കിതെല്ലാം അറിയാം, എന്നാലും നോട്ട് എഴുതാം. പ്ലൂറൽ സബ്ജക്ട് I, you, we, they. ഇതാണ് പ്ലൂറൽ സബ്ജക്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നോട്ട് എഴുതിയെടുത്തോ? യെസ് മിസ്. യെസ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഈ ക്ലാസ്സിൽ മാത്രമാണ് സൈൻ ഔട്ട് ഇല്ലാത്തെ. ബാക്കി എല്ലാ ക്ലാസ്സിലും സൈൻ ഔട്ട് ഉണ്ടല്ലോ. സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആരും പറയൂ. ഉഷ പറഞ്ഞോ? അങ്ങനെ സൈൻ ഇനും സൈൻ ഔട്ടും ഇല്ലേ ക്ലാസ്സില്? ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ 2-3 ആഴ്ച ഉണ്ടായിരുന്നു. ജിഷ മിസ്സിന്റെ ക്ലാസ്സിലൊക്കെ 2 ക്ലാസ് ട്യൂസ്ഡേയും തേഴ്സ്ഡേയിലും ഉണ്ടായിരുന്നു. പിന്നെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ആരും ചാർജ് എടുത്തില്ല. അങ്ങനെ അതങ്ങ് നിർത്തി. എന്നാ പിന്നെ ഉഷ അങ്ങനെ കോർഡിനേറ്റർ ആയിക്കൂടെ? അവിടെ കഴിഞ്ഞ ആഴ്ചയില് ഞാനായിരുന്നു കോർഡിനേറ്റർ. അങ്ങനെ അപ്പം എല്ലാവർക്കും ചാൻസ് കിട്ടണ്ടേ, ഒരാള് മാത്രമായാലും ശരിയാവില്ല. അങ്ങനെ ഒത്തിരി പേര് 6 പേര് 3-4 ആഴ്ചയായിട്ട് കോർഡിനേറ്റേഴ്സ് ആയിരുന്നു. അപ്പം എല്ലാരും ഓരോ ആഴ്ചയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ ഈ ആഴ്ചത്തേക്ക് പറഞ്ഞിട്ട് ആരും പിന്നെ അത് ഏക്കാൻ മുന്നോട്ട് വന്നില്ല.
ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മോണ്ടിസോറി ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ഞാൻ ടു ബി ഓണസ്റ്റ് പറയാണ്, ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ആക്റ്റീവ് അല്ലാത്തൊരു ക്ലാസ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ക്ലാസ്സിലും പ്രയർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പ്രയർ, തോട്ട് ഓഫ് ദി ഡേ, സൈൻ ഇൻ, സൈൻ ഔട്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങള് റോഷ ഒന്നത് കോർഡിനേറ്റ് ചെയ്തിട്ട് ക്ലാസ് നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കാം കേട്ടോ. പ്രയർ, തോട്ട് ഓഫ് ദി ഡേ, സൈൻ ഇൻ, സൈൻ ഔട്ട്, ഇത് എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഉഷ, ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഉഷനെയാണ് ഏൽപ്പിക്കുന്നത്. മിസ്സെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മള് ഗ്രൂപ്പിൽ ഇട്ടാൽ ആരും അങ്ങോട്ട് ഒത്തിരി അതിന് റെസ്പോൺസ് ചെയ്യുന്നില്ല. അന്നേരം ഞാൻ സ്വയമേ അതിൽ നിന്ന് മാറിയതാ. ആണോ? ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ ചെയ്യാൻ പറ്റില്ലെന്നാണോ എല്ലാരും പറയുന്നേ? കഴിഞ്ഞ ആഴ്ച പിന്നെ പോട്ടെ, ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞതിന്റെ പിന്നത്തെ ആഴ്ച ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി 2-3 പ്രാവശ്യം മെസ്സേജ് ഇട്ടതാണ്. ഞങ്ങളുടെ അസൈൻമെന്റ് കഴിഞ്ഞു, ഇനി ആരെങ്കിലും 2 പേര് ഇത് ചാർജ് എടുക്കണം. ആരും പിന്നെ മുന്നോട്ട് വരുന്നില്ല. ഒരാളല്ല 6 പേരോളം ചെയ്തു. അവര് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനാണെങ്കിൽ പറ്റുമോ? ഞാൻ എന്നാലും പ്രേയറും തോട്ട് ഓഫ് ദ ഡേയും ഒക്കെ ഞാൻ എപ്പോഴും റെഡി ആയിട്ട്, ആരും ഇല്ലേ ഉടനെ ചെയ്യുന്നുണ്ട്. മിക്ക ദിവസവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ ആയാലും എന്താ, ക്ലാസ് നല്ല രീതിയിൽ പോവണ്ടേ? നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. എല്ലാവരും മാക്സിമം ശ്രമിക്കാം കേട്ടോ. എല്ലാവരും കോപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സോ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ഓൾ. നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. നൗൺ ആൻഡ് ആഡ്വർബ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. Thank you. Thank you, Miss. Thank you.